സ്വന്തം ജീവന് ഭീഷണിയാകുന്ന വന്യജീവികളെ പ്രതിരോധിക്കാൻ പോലും ആകാതെ ഇരയാകാൻ മാത്രം വിധിക്കപ്പെട്ട മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ ഈ രാജ്യത്തുടനീളമുണ്ട്. വനവിസ്തൃതിയോടൊപ്പം ജനസാന്ദ്രതയും കൂടുതലുള്ള കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. വാസയോഗ്യമായ ഭൂമിയേക്കാൾ ജനപ്പെരുക്കമുള്ളതിനാലും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തവും മികച്ചതുമായ ജീവിത സാഹചര്യങ്ങൾ ആഗ്രഹിക്കുന്നതിനാലും കേരളത്തിലെ വനാതിർത്തികളിലേക്ക് ജനങ്ങൾ കുടിയേറി. കുടിയേറ്റ കാലത്തിനുമപ്പുറം ആധുനിക മനുഷ്യരുടെ സാംസ്കാരിക വികസനത്തോളം പഴക്കമുണ്ടാകും മനുഷ്യ മൃഗ സംഘർഷത്തിന്. കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യമെടുത്താൽ കാട്ടിൽ കാലാന്തരെ വന്യമൃഗങ്ങൾ ക്രമാതീതമായി പെറ്റുപെരുകി. അവയ്ക്ക് ജീവിക്കാൻ നിലവിലെ കാട് പോരാതെയായി വന്യമൃഗങ്ങൾ പതിവിലും പല മടങ്ങ് നാടിറങ്ങാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യ വന്യജീവി സംഘർഷം എന്നത് ഇവിടെ ഏറെക്കുറെ ഏകപക്ഷീയമായ വന്യജീവി ആക്രമണമായി മാറിക്കഴിഞ്ഞു. അതിനൊരു സ്ഥിര പരിഹാരം നാടൊന്നാകെ ആവശ്യപ്പെടുകയാണ്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അനുകൂലമായൊരു നീക്കം നടത്തിയിരിക്കുകയാണ്. മനുഷ്യർക്ക് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടുന്നു കേരള സർക്കാർ. മലയോര മേഖലയിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാരിൻ്റെ ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. ആദ്യം RDX ആപ്പിലേക്ക്. വന്യജീവി ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടമായത് ഒഡീഷ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ്. എന്നാൽ ജനസാന്ദ്രത കൂടുതലുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും മലയോര മനുഷ്യരുടെ ആവശ്യമാണ് വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നത്. പക്ഷേ രാജ്യത്തെ ശക്തമായ വന്യജീവി സംരക്ഷണ നിയമങ്ങൾ മനുഷ്യന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെയും റദ്ദു ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ നിർണായക നീക്കം നടത്തിയിരിക്കുന്നത്. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗ തീരുമാനം. നിയമനിർമ്മാണത്തിനുള്ള സാധ്യതയും സംസ്ഥാന സർക്കാർ ആരായുന്നു. കടുവ അടക്കമുള്ള വന്യജീവികളെ വേട്ടയാടുന്നത് വർദ്ധിക്കുന്നതും വംശനാശ ഭീഷണി നേരിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് അന്നത്തെ കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണ നിയമങ്ങൾ കർശനമാക്കിയത്. എന്നാൽ കാടിന് ഉൾക്കൊള്ളാനാകുന്നതിലും അധികം വന്യജീവികൾ കേരളത്തിലടക്കമുണ്ടെന്ന പരാതി ശക്തമാണെങ്കിലും നിയമങ്ങളിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് സംസ്ഥാന സർക്കാർ നീക്കം. RDX റാപ്പ് ന്യൂസ് മലയാളം. എന്താണിപ്പോൾ കേരളം കേന്ദ്രത്തിന് മുന്നിൽ വച്ചിരിക്കുന്ന ആവശ്യമെന്ന് കുറച്ചുകൂടി സൂക്ഷ്മമായി പരിശോധിക്കാം. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് പ്രത്യേക അനുമതി വേണം. വനംവകുപ്പ് സെക്രട്ടറി നിയമവകുപ്പ് സെക്രട്ടറിയുമായി ആലോചിച്ച് നിയമനിർമ്മാണത്തിന് നിർദ്ദേശം സമർപ്പിക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇന്നിപ്പോൾ എടുത്ത നടപടി എന്താണെന്ന് നോക്കിയാൽ വിനാശകാരിയായ കാട്ടുപന്നികളെ കൊല്ലുന്നതിന് നൽകിയ അധികാരം 1 വർഷം കൂടി ദീർഘിപ്പിക്കണം എന്നതാണ് ആവശ്യം. ഹോണററി വൈൽഡ് ലൈഫ് വാർഡന് നൽകിയ മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും അടക്കമുള്ള സർക്കാർ ഉത്തരവിൻ്റെയും കാലാവധി നീട്ടും. വന്യജീവി സംരക്ഷണ നിയമം പരിശോധിച്ചാൽ നിലവിലെ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1972 വന്യജീവി സംരക്ഷണവും വനം കൊള്ള തടയലുമാണ് നിയമത്തിൻ്റെ ലക്ഷ്യം. 1-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും അധികം സംരക്ഷണം നൽകേണ്ട ജീവികളെയാണ്. തുല്യ പ്രാധാന്യത്തോടെ തന്നെ മറ്റു ജീവികളെ 2-ാം പട്ടികയിലും ഉൾപ്പെടുത്തി. വന്യജീവികൾ സംസ്ഥാന സർക്കാരിൻ്റെ സ്വത്താണ്, നിയന്ത്രണം കേന്ദ്രത്തിനുമാണ്. വന്യജീവി സങ്കേതങ്ങളിലോ ദേശീയ ഉദ്യാനങ്ങളിലോ വച്ച് അവയെ കൊല്ലാൻ പാടില്ല. വന്യജീവികളെയോ അവരുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള വസ്തുക്കളോ കൈവശം വയ്ക്കാൻ പാടില്ല. നിയമം ലംഘിക്കപ്പെട്ടാൽ അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ തന്നെ തടവിലാക്കും. നിയമപ്രകാരം 2 വർഷം തടവോ 2000 രൂപ പിഴയോ രണ്ടും കൂടിയോ ചുമത്തും. 1991-ലും 2002-ലും നിയമം ഭേദഗതി ചെയ്തു. തടവ് 3 വർഷവും പിഴ 3000-ഉമാക്കി. മലയോരത്തിൻ്റെ കണ്ണീർ പക്ഷേ നമ്മൾ കാണാതെ പോകരുതല്ലോ. തുടർച്ചയായ വന്യജീവി ആക്രമണം കേരളത്തിൻ്റെ മലയോര മേഖലയുടെ കണ്ണീരാണ്. കടുവയും കാട്ടാനയും തുടർച്ചയായി ജീവനെടുക്കുമ്പോൾ കൃഷിയും ജീവനോപാധിയും നശിപ്പിച്ച് മറ്റു മൃഗങ്ങളും മുന്നോട്ട് വരികയാണ്. ഉയരെടുക്കുന്ന കണക്ക് പരിശോധിച്ചാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ കടുവാകുന്നത് 12 പേരെയാണ്. ഇതിൽ ഭൂരിഭാഗവും വയനാട്ടിലാണ്. ജില്ലയിൽ 10 വർഷത്തിനിടെ 8 മരണമുണ്ടായി. ഏറ്റവും ഒടുവിൽ മരിച്ചത് മലപ്പുറം കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറാണ് കടുവയുടെ ആക്രമണത്തിൽ. 2020-2024 വരെ കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് മരണം 102. ഇപ്പോഴത്തെ ഈ നീക്കത്തിന് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ടോ എന്ന് കൂടി പരിശോധിക്കണമല്ലോ. കടുവ മനുഷ്യനെ കടിച്ചു കൊന്ന കാളികാവ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് തൊട്ടടുത്താണ്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സർക്കാരിന് മറുപടി ഉണ്ടാകും. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. സനീഷ്, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കണോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം അതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഒരുപക്ഷെ വളരെ കടന്ന എന്നാൽ വലിയ കാര്യമായി. ഇപ്പോൾ മലയോര മേഖലയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. എന്നാൽ കടന്ന ഒരു പ്രസ്താവന തന്നെ മുഖ്യമന്ത്രി നടത്തിയിരുന്നു. അതായത് ഈ കാട്ടുപന്നിയെയൊക്കെ വെടിവെച്ച് കൊന്നാൽ അതിനെ മണ്ണെണ്ണ ഒഴിച്ചാണോ
അതല്ല വെളിച്ചെണ്ണ ഒഴിച്ചാണോ സംസ്കരിക്കുന്നതെന്ന് അന്വേഷിച്ച് പിന്നെ വനം വകുപ്പ് പോകേണ്ടതില്ല എന്ന്. അത് ഏതാണ്ട് ഈ വന്യജീവി ആക്രമണം നേരിടുന്ന, പ്രത്യേകിച്ച് പന്നികളുടെ ആക്രമണം നേരിടുന്ന ആളുകളുടെ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരുന്നു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുവികാരം ഇതാണ്. പക്ഷേ കേന്ദ്ര നിയമങ്ങൾ നമുക്ക് അനുകൂലമല്ല എന്നതാണ് പ്രശ്നം. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണോ എന്ന് ചോദിച്ചാൽ ആണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, പക്ഷേ അത് വരാനിരിക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലാണെങ്കിലും അപ്പുറത്തുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വേദികളെല്ലാം വലിയ വിഷയമാകുന്ന സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ടല്ലോ. നമുക്കറിയാം, അതായത് കേരളത്തിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നേരത്തെ ഇപ്പോൾ ഹർഷൻ്റെയൊക്കെ നാട്ടിലുള്ള ആ അതിർ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ മാത്രം പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊന്നുമല്ല. എല്ലാ ഇടത്തേക്കും നേരത്തെ ഇല്ലാതിരുന്ന ഇടങ്ങളിലേക്കൊക്കെ വന്യജീവികൾ ഇറങ്ങി വരികയാണ്. വലിയ പ്രശ്നം ഉണ്ടാവുകയാണ്, എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമായിട്ട് മാറി. അതുകൊണ്ട് കുറേ കാലത്തേക്ക് ഇനി ഇത് പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ വേദികളിലും ഒക്കെ ചർച്ചയാവുന്നൊരു സംഭവമാകും. ഇനിയും ഇടപെടാതിരിക്കാനാകില്ല എന്ന തോന്നലായിരിക്കും ഈ ഇടപെടൽ ഉണ്ടായത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം ഹർഷൻ, അതായത് ഇങ്ങനെ ഇപ്പോൾ ഒരു നിയമനിർമ്മാണമൊക്കെ നടത്താൻ പറ്റുമോ എന്നൊരു കാര്യവുമായിട്ട് സർക്കാർ മുന്നോട്ട് വരുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ ഇങ്ങനൊരു വിഷയം ചർച്ചാ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നതല്ലാതെ നിയമപരമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ച് ദീർഘകാലം എടുത്താൽ തന്നെയും ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് സംശയമാണല്ലോ വരിക. കാരണം അതികർക്കശമായിട്ടുള്ള നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അത് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു നിയമങ്ങളൊക്കെ ആണെങ്കിലും വളരെ കർക്കശമായിട്ടുള്ള നിയമങ്ങളാണ്. എന്ന് മാത്രമല്ല അതിനകത്ത് ഒരു കാര്യമുള്ളത്, അത് നമ്മുടെ നാട്ടിൽ മാത്രം പ്രശ്നങ്ങൾ വെച്ചല്ല, ഇപ്പോൾ അന്താരാഷ്ട്ര ഉടമ്പടികളടക്കമുണ്ട്. ഇപ്പോൾ എന്താണ് കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ എന്തുപോലുള്ള അന്താരാഷ്ട്ര നിയമവും സംവിധാനങ്ങളും ഒക്കെ അതിനൊക്കെ വഴങ്ങിയിട്ടാണ്. അതായത് ഈ കാര്യത്തിൽ ഏതെങ്കിലും അതിരുകൾക്കകത്ത് മാത്രമായിട്ടല്ലല്ലോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ കടുവകളെന്ന് വെച്ചാൽ കടുവക്കറിയില്ലല്ലോ കേരളമാണ് എന്ന്. കടുവ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നത് കേരളത്തിൻ്റെ മാത്രം തീരുമാനമാകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ തന്നെ വേറെയായിരിക്കും. അപ്പോൾ അതത്ര എളുപ്പമായിരിക്കില്ല. ഇപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക, അതിന്മേൽ നിയമപരമായിട്ടുള്ള ചർച്ചകൾ എത്രത്തോളം സാധ്യമാകുമെന്ന് നോക്കുക, ഈ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ വേണ്ടും വിധം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അതുവഴി എന്തെങ്കിലും ചെയ്യാനാകുമെങ്കിൽ വിദഗ്ധരും നിയമരംഗത്തെ വിദഗ്ധരും ഒക്കെ ചേർന്ന് വനവകുപ്പ് രംഗത്തെ വിദഗ്ധരും ഒക്കെ ചേർന്നിട്ട് ഒരു പരിഹാരത്തിലേക്ക് ആലോചിക്കണം ഇനിയെങ്കിലും എന്നതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക എന്നതാണ് സംസ്ഥാന സർക്കാർ ഈ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പുകളൊന്നുമല്ല, തെരഞ്ഞെടുപ്പുകൾക്ക് അപ്പുറത്ത് തന്നെയും ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം നമ്മുടെ കാലാവസ്ഥ മാറുന്നു, അതുകൊണ്ടുണ്ടാകുന്ന ദുരിതം നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതിനകത്ത് ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ കൂടെ ആപത്ത് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ തോതിൽ മനുഷ്യരാണ് ആത്യന്തികമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല. മനുഷ്യരാണ് പ്രധാനം. മനുഷ്യർ ജീവിക്കുന്ന ലോകത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ അങ്ങനെ തന്നെ നിൽക്കണം. നന്നായിട്ട് മനുഷ്യർക്ക് ജീവിക്കാനാകുന്ന ഒരിടമായിട്ട് ഭൂമി തുടരണം എന്നതുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങളെ കൂടെ അവരുടേതായിട്ടുള്ള ആവാസ കേന്ദ്രങ്ങളിൽ സംരക്ഷിക്കണം എന്ന നിലപാടിലേക്ക് വന്നത്. അല്ലാതെ അവരെ സംരക്ഷിക്കുക എന്നത് പ്രധാനമായിട്ടല്ല. നമ്മുടെ മനുഷ്യരുടെ ലോകം, മനുഷ്യരുടെ ഭൂമി നല്ല നിലക്ക് നിൽക്കണം എന്നതുകൊണ്ടാണ്, ആ സന്തുലിതാവസ്ഥ മനുഷ്യർക്ക് അനുകൂലമായിട്ട് ഭൂമിക്ക് ഉണ്ടാകേണ്ടത് കൊണ്ടാണ് ഈ വനം വന്യമൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ ഇത്ര കർക്കശമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ആലോചനകൾ വേണം. അത് ഏറ്റവും താഴെത്തട്ടിലുള്ള ആലോചനകൾ വേണം, ഏറ്റവും വലിയ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ആലോചനകൾ വേണം, നിയമരംഗത്തെ വിദഗ്ധരുടേത് വേണം, രാഷ്ട്രീയക്കാരുടേത് വേണം. അപ്പോൾ അതിനുവേണ്ട ഒരു നല്ല മുൻകൈ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഒരു കടുവയുടെ ജീവന് സമമാണ് ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് നമുക്ക് കരുതാനാവില്ല. മനുഷ്യന്റെ ജീവൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കടുവ ബാക്കി പിന്നീട് നോക്കിയാൽ മതി കടുവയുടെ കാര്യം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു സന്തുലിതാവസ്ഥ, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ വനമേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കടുവയുടെ എണ്ണം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്മേലുള്ള വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ മുമ്പ് ഈ കാര്യത്തിലൊക്കെ ചർച്ച നടത്തിയവർക്ക് അതിലേക്ക് പോകാൻ വലിയ താല്പര്യവുമില്ല. കടുവ പോട്ടെ, കടുവയ്ക്കപ്പുറത്ത് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി മനുഷ്യനെ വലിയ കുഴപ്പത്തിലാക്കുന്നത് കാട്ടുപന്നികളാണ്. ഏത് പ്രദേശത്തും കാട്ടുപന്നികളുണ്ട് എന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ കാട്ടുപന്നികളുടെ കാര്യത്തിലെങ്കിലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് കേന്ദ്രത്തോട് അതാണല്ലോ. കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള അനുമതി 1 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് നൽകണം എന്നുള്ളത്. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അതിൽ തീരുമാനമെടുക്കാനുള്ള സാഹചര്യം തുടർന്നും ഉണ്ടാകണം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇതിനുള്ള അനുമതി ലഭിക്കുന്ന ഘട്ടത്തിനേക്കാൾ കൂടുതൽ ഗുരുതരമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ CRPC 133(1)(f) പ്രകാരം കളക്ടർക്ക് ഈ ശല്യക്കാരായ വന്യജീവികളെ കൊല്ലാനായിട്ടുള്ള ഉത്തരവിടാം. പക്ഷേ ഈ കളക്ടറുടെ ഉത്തരവ് 72 വന്യജീവി സംരക്ഷണ നിയമത്തിന് വിരുദ്ധമാണ് എന്ന നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ കളക്ടർക്ക് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാം എന്നത് സത്യത്തിൽ സംഭവിക്കുന്നില്ല. കളക്ടർക്ക് അങ്ങനെ നിസ്സാരമായി തീരുമാനമെടുത്ത് പോകാൻ കഴിയില്ല. മാത്രമല്ല ഈ വന്യജീവികൾക്ക് ഈ നിയമപരിരക്ഷയുണ്ടല്ലോ, അതായത് മനുഷ്യന് നിയമപരിരക്ഷ ഉള്ളതുപോലെ തന്നെ വന്യജീവിക്കൊരു നിയമപരിരക്ഷ തന്നെയാണ് ലഭ്യമാകുന്നത്. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയ
വന്യജീവിയെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി കൊലപ്പെടുത്തുക എന്നുള്ളത് മനുഷ്യൻ്റെ അവകാശമാണ് എന്നെങ്കിലും അംഗീകരിച്ചു തരുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതിനപ്പുറത്ത് അവിടെയും വന്യജീവിയുടെ അവകാശം തന്നെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന മട്ടിലാണ് പക്ഷെ നിയമങ്ങൾ പോവുക. കാരണം നാട്ടിലിറങ്ങിയ മൃഗത്തെ ഇപ്പോൾ CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അവിടെ ഈ സംഭവം ഉണ്ടായപ്പോൾ പരസ്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഈ നാട്ടിലിറങ്ങുന്ന മൃഗത്തെ കൊല്ലാനുള്ള അവകാശമുണ്ട്. അത് വന്യമൃഗമല്ല, കാട്ടിലെ മൃഗമല്ല, അത് നാട്ടിലെ മൃഗമാണ്, മനുഷ്യനെ ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്ഥിതി ഉണ്ടാവണമെന്ന് മാത്രമല്ല, എല്ലാ പരിഷ്കൃത സമൂഹത്തിലും ഈ ശാസ്ത്രീയമായ കള്ളിങ് എന്നത് ഒരു സാധാരണ സംഗതിയാണ്. അത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതിൽ വളരെ കൗതുകകരമായ കാര്യം, ഇവിടെ മനുഷ്യൻ മയിൽ വലിയ നാശനഷ്ടമുണ്ടാക്കുന്ന ഒരു ജീവിയാണ്, യഥാർത്ഥത്തിൽ ഒരു പക്ഷിയാണ്. പ്രത്യേകിച്ച് പരിസ്ഥിതി മാറ്റത്തോടെ മയിലിൻ്റെ എണ്ണം വല്ലാതെ പെരുകുന്നു, കൃഷിനാശം വല്ലാതെ വരുത്തുന്നുണ്ട്. അപ്പോൾ മയിലിനെ കള്ളിങ് നടത്തണം എന്നുള്ള നിലയ്ക്കുള്ള ഒരു ആവശ്യം ഉന്നയിച്ചാൽ ഇവിടെ ചിലപ്പോൾ രാജ്യദ്രോഹം തന്നെ ആയിപ്പോകും. കാരണം അയ്യോ അത് ദേശീയ പക്ഷിയാണ്, പറ്റില്ല. ഇപ്പോൾ കടുവ അയ്യോ ദേശീയ മൃഗമാണ്, പറ്റില്ല. ഈ മട്ടിലാണ് അത്. പക്ഷേ ഈ ദേശീയ മൃഗങ്ങളായി നിൽക്കുന്ന പല മൃഗങ്ങളെയും അതാത് രാജ്യങ്ങളിൽ കൊല്ലുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടി അതാത് രാജ്യങ്ങളിൽ ഈ മനുഷ്യന് കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന ഈ ദേശീയ മൃഗങ്ങളെയൊക്കെ കള്ളിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പരിഷ്കൃത മനുഷ്യനാണെന്നുള്ളത് നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകണം. എന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ മനുഷ്യരുടെ ആകെ ചരിത്രം എടുത്താലും നമ്മൾ കൊന്നും തിന്നും തന്നെയാണ് ഇവിടം വരെ എത്തിയതെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ലോകത്ത് ആകെ മനുഷ്യരെ എടുത്ത് തൂക്കിയാൽ 30 കോടി ടൺ ഭാരം വരുന്നതാണ്. ഇത് മറ്റേ ഹരാരിയുടെ പുസ്തകത്തിലൊക്കെ എടുക്കാൻ പറയുന്നത്. 30 കോടി ടൺ ഭാരം വരും. എന്നാൽ ലോകത്തിലെ വളർത്തുമൃഗങ്ങളുടെ ഭാരം ആകെ നോക്കിയാൽ 70 കോടി ടണ്ണാണ് ഉണ്ടാവുക. എന്നാൽ മറ്റെല്ലാ ജീവികളും പെൻഗിൻ തൊട്ട് സിംഹം, കടുവ എല്ലാം നോക്കി ആകെ 10 കോടി ടൺ മാത്രമേ ഉള്ളൂ. മനുഷ്യരെക്കാൾ കൂടുതൽ ഭാരത്തിൽ വളർത്തുമൃഗങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ വളർത്തുന്നതുകൊണ്ടാണ്, മറ്റുള്ളവരൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞുകൊണ്ടാണ്. 150 കോടി കന്നുകാലികളുണ്ട് ആകെ, 80,000 ജിറാഫുകളേ ഉള്ളൂ, 2 ലക്ഷം ചെന്നായകളേ ഉള്ളൂ, 40 കോടി വളർത്തുപട്ടികളുണ്ട്, 2,50,000 ചിമ്പാൻസികളെ ആകെയുള്ളൂ, 700 കോടി മനുഷ്യരുണ്ട്. 2,50,000 ചിമ്പാൻസികളേ ഉള്ളൂ, 700 കോടി മനുഷ്യരുണ്ട്. അപ്പോൾ മനുഷ്യനും മനുഷ്യന് ആവശ്യമുള്ള മൃഗങ്ങളും മാത്രമാണ് ഈ ഭൂമിയിൽ ആകെപ്പാടെ ഇപ്പോൾ കൂടുതലുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ പല കാലങ്ങളായിട്ട് തട്ടിക്കളഞ്ഞാണ്. അല്ല, അങ്ങനെയാണ് മനുഷ്യരാശി ഇവിടെ എത്തിയത്, അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് ഉൾക്കൊള്ളണം നമ്മൾ. കാരണം അല്ലാതെ മനുഷ്യനെന്തോ പ്രത്യേക അവസ്ഥയിൽ ഉണ്ടായതാണ് എന്നോ ഇപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥയിൽ തന്നെയാണ് എക്കാലവും നിലനിൽക്കേണ്ടതെന്നോ നിലനിൽക്കുന്നതെന്നോ ഒക്കെ കരുതുന്നത് വലിയ ആവശ്യമുള്ളത് തട്ടിക്കളയണം. പക്ഷേ ആവശ്യം നിശ്ചയിക്കാൻ ഈ വിദഗ്ധരൊക്കെ കൂടി അതാണ്. ഐക്യ കേരളം രൂപപ്പെട്ടപ്പോൾ ആകെ ഭൂമിയുടെ 25% കേരളത്തിന്റെ വനവിസ്തൃതി. ഐക്യ കേരളം രൂപപ്പെട്ടപ്പോൾ അതിപ്പോൾ 30% എത്തി നിൽക്കുന്നു എന്നാണ് കണക്ക്. അതായത് വനനശീകരണം, മനുഷ്യൻ്റെ കാട് കയറിയുള്ള ഇടപെടൽ, ഇതൊക്കെ കൊണ്ട് ഗതികെട്ടാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് എന്ന സോ കോൾഡ് ക്ലാസിക്കൽ മൃഗസ്നേഹി വിശദീകരണത്തിൽ യുക്തിക്കുറവുണ്ട്. കേരളത്തിലെ വനവിസ്തൃതി കൂടിയിട്ടേ ഉള്ളൂ. കർശനമായി നടപ്പാക്കിയ വനസംരക്ഷണ നിയമങ്ങൾ കാരണം വന്യമൃഗങ്ങളുടെ സംഖ്യയും കൂടിയിട്ടേ ഉള്ളൂ. കേരളം രൂപീകരിക്കപ്പെട്ടപ്പോൾ 1.25 കോടിയായിരുന്നു കേരളത്തിലെ ജനസംഖ്യ. അതിപ്പോൾ ഇരട്ടിയായിട്ടുണ്ട്, 3.5 കോടിയിലധികം. ഇവിടെ മനുഷ്യർക്കും ജീവിക്കാൻ ഇടം വേണം. സ്വൈര്യമായി ആനക്കൊമ്പിൽ കോർത്തുകൊണ്ടു പോകാതെയും കടുവയ്ക്ക് ഭക്ഷണമാകാതെയും മനുഷ്യർക്ക് ജീവിക്കണം. കുരങ്ങും പന്നിയും മാനും മയിലും എല്ലാം കൂട്ടത്തോടെ ഇറങ്ങി കാത്തു സൂക്ഷിച്ചു നോക്കുന്ന കൃഷിയിടം നാനാവിധമാക്കാതിരിക്കണം. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആരോഗ്യകരമായ പാരസ്പര്യം നിലനിർത്തണം. മനുഷ്യർ കാരണം ഗതികെട്ട് മൃഗങ്ങൾ കാടിറങ്ങുന്നു എന്ന നറേറ്റീവ് എന്തായാലും സർക്കാരും ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല എന്നത് വലിയ കാര്യമാണ്. ലോകത്തെവിടെയും പ്രയോഗത്തിലുള്ള പ്രകൃതിയെ നോവിക്കാത്ത സന്തുലനത്തെ ബഹുമാനിച്ചുകൊണ്ടുള്ള കള്ളിങ് പ്രാക്ടീസുകൾ ഇവിടെയും വരേണ്ടതുണ്ട്. അതിലേക്കുള്ള ഒരു പടിയായി RDX സർക്കാരിൻ്റെ ഈ നീക്കത്തെ പ്രതീക്ഷാപൂർവം കാണുന്നു. പിന്നെ ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്.